നമ്മളിന്ന് 9ാം ക്ലാസ്സിലെ ഹിന്ദിയിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തെ ചോദ്യം ഫർഹാദിൻ്റെ ചരിത്രപര ടിപ്പണി, അതായത് ക്യാരക്ടർ സ്കെച്ച് എന്ന് വായിക്കാം. ഫർഹാദ് കോ സബി ജീവോം സെ പ്യാർ ഹെ. അതിൻ്റെ അർത്ഥം എന്താണ്? ഫർഹാദിന് എല്ലാ ജീവികളെയും ഇഷ്ടമാണ്, സ്നേഹമാണ്. വഹ് കിസി വി ജീവ് ചന്തോ സദാത നെഹിം വഹ് അപ്പന ഗർ സബി ജീവ് കോ രഹനെ കെ ലിയെ ദേത്ത. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിന് എല്ലാ ജീവജാലങ്ങൾക്കും വീട്ടിൽ ജീവിക്കാനുള്ള ഒരു സൗകര്യം ചെയ്ത് നൽകുന്നുണ്ട്. ജീവിക്കെ സാത്ത് സാത്ത് ജിസ് തരഹ് പ്രകൃതി മേം രഹത്തെ ഹെ ഉസി തരഹ് വ ഫർഹാദ് കെ ഗർ മേം भी साथ रहता है. फरहाद घर केवल लिए सोना से आता है. फरहाद घर में सभी जीव साथ साथ रहकर देख वह उसे अपने परिवार मानता है. ഇതാണ് ഞാൻ എഴുതിയിരിക്കുന്ന ഫർഹാദിൻ്റെ ക്യാരക്ടർ സ്കെച്ച്. ഇത് സിമ്പിളാക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് എഴുതിയിട്ട് പഠിക്കുക. ഇനി രണ്ടാം ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യത്തിൽ പറയുന്നത്, ചട്പട്നെ കഹ अब तो तुम बह जाने से बच गए हो, फिर क्यों रो रहे? नटखट ने रोता रोता कहा, तुम घर जाकर माम से मेरी शिकायत करेंगा. അപ്പം ജഡ്പട്ട് എന്തിൽ വീഴുന്നുണ്ട്? നട്കട്ട് വെള്ളത്തിൽ വീഴുമ്പോൾ ജഡ്കട്ട് എന്ത് ചെയ്യും? രക്ഷിക്കും. ആ രക്ഷിച്ച് കഴിഞ്ഞ ശേഷം നട്കട്ട് രോത്ത കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോദിക്കുകയാണ്, എന്തിനാ കരയണ ചോദിക്കുമ്പോൾ എന്ത് പറയും? നീ വീട്ടിൽ പോയിട്ട് അമ്മയുടെ പരാതി പറയില്ലേ എന്ന് ചോദിക്കുകയാണ്. അത് സന്ദർഭം തന്നിട്ടുണ്ട്. അതിൽ കോൻ പാനി മേം ഗിര. കോൻ ആരാണ് വെള്ളത്തിൽ വീണത്? നട്കട്ടാണ് വെള്ളത്തിൽ വീണത്. രണ്ടാമത്തെ ചോദ്യം എന്താണ്? ദോനോം കാ ബാത്ത് ചീ തയ്യാർ കരയും. അവർ രണ്ടും തമ്മിലുള്ള എന്ത് തയ്യാറാക്കാൻ? സംഭാഷണം തയ്യാറാക്കാൻ. അപ്പോൾ ആദ്യം ജഡ്പട്ട് പറയാണ്, അരേ തും ക്യോ രോയേ? നീ എന്തിനാണ് കരയണത്? നട്കട്ട് മേം ടർ ഗയാ. പേടിക്കുക, ഞാൻ പേടിച്ചു പോയി. ജഡ്കട്ട് അബ് തും ബച്ച് ഗയേ ചോടെ. ഇപ്പോൾ നീ രക്ഷപ്പെട്ടു എന്ന് പറയാണ്. അപ്പോൾ നട്കട്ട് അല്ലെങ്കിലും പക്ഷേ എന്ന് ചോദിക്കും. അപ്പോൾ ജഡ്കട്ട് ക്യാ ഹേ, എന്താ കാര്യം അല്ലെങ്കിൽ എന്താണ്? അപ്പോൾ നട്കട്ട് ക്യാ തും മാംജി സെ കഹ. നട്കട്ട് ചോദിക്കുകയാണ്, നീ അമ്മയോട് പറയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജഡ്പട്ട് നെഹിം തോ, ഇനിയെന്തില്ല, പറയില്ല. അപ്പോൾ അടുത്ത പറയുന്നത് കുച്ച് ബി കരയും. നട്കട്ട് പറയും, കുച്ച് ബി കരയും, എനിക്ക് എന്താണ് ചെയ്യാൻ വേണ്ടി പറ്റുക? നട്കട്ട്. അപ്പോൾ ജഡ്കട്ട് അപ്പോൾ ഹാം തോ മുझे കാഗസ് കി നാവ് ബനാനെ സിക്കാവൂ. നീ എന്ത് ചെയ്യ്, എനിക്ക് കടലാസ് വഞ്ചി ഉണ്ടാക്കുന്നത് പഠിപ്പിക്കുക എന്ന് പറയാണ്. അപ്പോൾ നട്കട്ട് ടീക്ക് ഹെ. ഇതാണ് ജഡ്പട്ട് ആൻഡ് നട്കട്ടിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യം. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതിയെടുത്ത ശേഷം നിങ്ങൾ പഠിക്കുക. ഇനി നമുക്ക് പ്രധാനപ്പെട്ട സർവ്വനാമങ്ങൾ നോക്കാം. അതിൽ കുറച്ചിനോട് എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? എന്തായാലും പഠിച്ചിരിക്കണം. അതിൽ ഈ വന്നു കഴിഞ്ഞാൽ ഉത്തരത്തിൽ എന്തായിരിക്കും? യാ ആയിരിക്കും. നോക്ക്, ഈ വന്നു കഴിഞ്ഞാൽ യാ. ഇനി ഊ വെച്ചിട്ട വാക്കാണെങ്കിൽ വാ. സാ വെച്ചിട്ടുള്ള വാക്കാണെങ്കിൽ ഉത്തരത്തിൽ ഹ. നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. അപ്പം നമുക്ക് നോക്കാം. ആദ്യത്തത് ഇസ്നെ എങ്ങനെ എഴുതുക? യഹ് പ്ലസ് നെ. അപ്പോൾ ഈ വന്നപ്പോൾ എന്ത് വന്നു? യാ വന്നു. ഉസ്ക ഊ വന്നാൽ എന്താ പറഞ്ഞത്? വാ. വഹ് പ്ലസ് ക. ഇനി ഉസ്നെ വഹ് പ്ലസ് നെ. മുജേ അല്ലെങ്കിൽ മുജുക്കോ. എക്സാമിന് രണ്ടും ചോദിക്കും. മുജയുടെ സർവനാമം ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ പ്ലസ് കോ. മുജുക്കോ ആണെങ്കിലും മെയിൻ പ്ലസ് കോ. ഇത് മറക്കരുത്. ഇനി ഉൻകെ ഊ വന്നു കഴിഞ്ഞാൽ ഏതാണ്? വാ. അപ്പോൾ വേ പ്ലസ് കെ. ഇസ് സേ ഈ വന്നു കഴിഞ്ഞാൽ യാ. യഹ് പ്ലസ് സേ ഇസ് സേ. ഇനി ഉൻകി വേ ഊ വന്നു കഴിഞ്ഞാൽ വാ. അപ്പോൾ വേ പ്ലസ് കി ഉൻകി. ഇൻ പർ യേ പ്ലസ് പർ. എന്താണ്? ഈ വന്നു കഴിഞ്ഞാൽ യാ. എ പ്ലസ് പർ. ഉനോനെ പറഞ്ഞു കഴിഞ്ഞാൽ വേ പ്ലസ് നെ. ഇനി ഉനോംനെ ആദ്യം ഊ വന്ന്, ഇനി ഇനോംനെ എ പ്ലസ് നെ. ഇനി മുജേ ആണെങ്കിൽ
മുജെ മേം, തുമേ ആണെങ്കിൽ തും, അങ്ങനെയാണ് എഴുതുക. നമുക്ക് കുറച്ചും കൂടി എന്ത് ചെയ്യാം നോക്കാം. ഇനി നമുക്ക് അടുത്ത് നോക്കാം. നേരത്തെ പറഞ്ഞു മുജെ മേം പ്ലസ് കോ, തുമേം തും പ്ലസ് കോ. ഇനി തുജെ തു പ്ലസ് കോ, ഹമേം ഹം പ്ലസ് കോ, ഇസേ യഹ് പ്ലസ് കോ, ഉസേ വഹ് പ്ലസ് കോ, ഉനേം യേ പ്ലസ് കോ. ഇനി നമുക്ക് ഹിന്ദിയിൽ വരുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് പോസ്റ്റർ. അതും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഒരു പോസ്റ്റർ നോക്കാം. പ്രകൃതി ഹമാരി കി മാം ഹെ, പ്രകൃതി നമ്മുടെ അമ്മയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ എഴുതി സെൻറ്റൻസ് നോക്കി നോക്കാം. പ്രകൃതി നെഹീം ഹേ തോ ഹം നെഹീം, പ്രകൃതി ഇല്ലെങ്കിൽ നമ്മളില്ല. പ്രകൃതി ഹമാരി മാം ഹേ, പ്രകൃതി നമ്മുടെ അമ്മയാണ്. പ്രകൃതിക്ക് രക്ഷ ഹമാരി സുരക്ഷ, പ്രകൃതിയുടെ സുരക്ഷ നമ്മളുടെയും സുരക്ഷയാണ്. ഇതോട് കൂടിയിട്ട് ഞാൻ ഹിന്ദിയിലെ 9ാം ക്ലാസ്സിലെ ചെയ്തിരിക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്തിയിട്ടുണ്ട്, ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതിയെടുത്തിട്ട് പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വേണം. അതുവരേക്കും ബായ്.